എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് ഇടമറ്റ. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് 2012 രൂപീകരിച്ച തുറന്ന ചർച്ച പ്ലസ് ആൻഡ് സേവ് എ കെ വി എം എസ് ഫോറം എന്ന ഗ്രൂപ്പിന്റെ അഡ്മിന്മാരൊരാളാണ് ഞാൻ. ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് മഹാസഭ ചില സങ്കീർണമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, 2000 ശേഷം ഈ സംഘടന വിഭാഗീയതയിലാണ്, കേസുകളിലാണ്. 2019 ഇതൊക്കെ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹൈക്കോടതി ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ, ശ്രീലാൽ വാര കമ്മീഷനെ നിയോഗിക്കുകയും, എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2019 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയെങ്കിലും 2025 അതിന്റെ ഒരു നടപടികളുമായിട്ടില്ല. അവസാനം എത്തി നിൽക്കുന്നത് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്നുള്ള ഒരു തലത്തിലാണ്. അഡ്വക്കേറ്റ് കമ്മീഷനെ മാറ്റി നിർത്തിക്കൊണ്ട് സഭ ആരാണെന്നുള്ള തർക്കം ഇപ്പോഴും കക്ഷികൾക്കിടയിൽ നിലനിൽക്കുന്നതിനാൽ RSA 1030 എന്ന കേസിൽ വാദം കേൾക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്, M. സുകുമാരാചാര്യ വിഭാഗം കോട്ടയത്ത് നടത്തിയ അവകാശ പ്രഖ്യാപന റാലിയോടനുബന്ധിച്ച് അവർ ഒരു പരസ്യ പ്രസ്താവന നടത്തുകയുണ്ടായി. മഹാസഭയിലെ മറ്റ് വിഭാഗങ്ങളുമായും മറ്റ് വിശ്വകർമ്മ സംഘടനയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇതിനെ വളരെ പോസിറ്റീവായ തീരുമാനമാണ് തുറന്ന ചർച്ചാ ഗ്രൂപ്പ് കാണുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഡയറക്ടർ ബോർഡുകളിൽ 12-ാം തീയതി ദേവദാസ് സാറിന്റെ ബോർഡ് നടക്കുകയാണ്. ആ ബോർഡിൽ ഈ തീരുമാനം എടുക്കണം. കാരണം അത് പറയാൻ നമ്മളാരുമല്ലെങ്കിൽ പോലും ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ ശരിക്കും മഹാസഭയുടെ യഥാർത്ഥ കൗൺസിൽ തീരുമാനങ്ങളെ പോലും മാറ്റിമറിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഡയറക്ടർ ബോർഡിൽ ഉള്ളത്. കാരണം ഡയറക്ടർ ബോർഡ് തീരുമാനങ്ങൾക്ക് വിധേയമാണ് കൗൺസിൽ തീരുമാനങ്ങൾ പോലും. അപ്പോൾ ഏതൊക്കെ വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും ഏതൊക്കെ അജണ്ടകളുടെ പേരിലാണെങ്കിൽ പോലും മഹാസഭയുടെ ഒരു വിഭാഗം, കാരണം കേസുകളിലാണ് 22-ാം തീയതി ഹൈക്കോടതി അടുത്ത സിറ്റിംഗ് ആണ്. ഏതൊക്കെ അഡ്വക്കേറ്റുമാരാണെങ്കിൽ പോലും അവരൊരിക്കലും നമ്മൾക്ക് വേണ്ടിയല്ല വാദിക്കുന്ന സാമാന്യ ബോധത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ M. സുകുമാരനാചാര്യ വിഭാഗവുമായി ഒരു ചർച്ചയ്ക്ക് ഇരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഓരോ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനുവേണ്ടിയുള്ള തീരുമാനം എടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്ന് സംഘടനയുടെ പേരിൽ നിങ്ങളോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരിക്കലും ഒരു അഡ്വക്കേറ്റ്സുമാരെ സഭയെ രക്ഷിക്കാനല്ല, നമ്മളെ രക്ഷിക്കാനല്ല കേസ് നടത്തുന്നത്. ഒരുപക്ഷെ സംയുക്തമായി എടുക്കുന്ന ഒരു തീരുമാനം ഒരുപക്ഷെ ഇനി 22-ാം തീയതി നടക്കാൻ പോകുന്ന കേസിൽ നിർണായകമായേക്കാം. കാരണം നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന തീരുമാനം നടത്താൻ കഴിയുന്ന തീരുമാനങ്ങളുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ശാശ്വതമായ പരിഹാരം. നമുക്കറിയാം, ഈ ഒരു കേസ് കൊടുത്ത M. സുകുമാരനാചാര്യ വിഭാഗത്തിലെ വിജയൻ കീരയുടെ നമ്മളൊന്നുമില്ല, ദേവദാസ് സാറില്ല. അപ്പോൾ അവരൊന്നും ഇല്ലാത്ത, അവർ പണ്ടെടുത്ത ആ തീരുമാനങ്ങൾ, ആ നയങ്ങളെ ഈ ഡയറക്ടർ ബോർഡ് അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് പറയണമെന്ന്, അവർക്ക് എന്താണ് പറയുന്നത് നമുക്കറിയാൻ പാടില്ല. അവർ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അവരോടുകൂടി ചർച്ചയ്ക്ക് ഇരിക്കാനുള്ള ഒരു മനോഭാവം, സാഹചര്യവും നിങ്ങൾ ഒരുക്കണം, നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ സത്യസന്ധവും ആത്മാർത്ഥമായ പ്രവർത്തനം അതിലേക്കായിരിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി അവസാനിപ്പിക്കട്ടെ. തുറന്ന ചർച്ച പ്ലസ് ഗ്രൂപ്പിന് വേണ്ടി പ്രദീപ്.